അകൽച്ച നിങ്ങൾ വ്യാഖ്യാനിച്ച് അകൽച്ച ഉണ്ടാക്കാതെ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അകൽച്ച ഇല്ലല്ലോ. വ്യാഖ്യാനിച്ചെന്തിനാണ് അകൽച്ച ഉണ്ടാക്കുന്നത്? അതിൻ്റെ ഒരു കാര്യമില്ലല്ലോ. നിലവിൽ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്ന സമയത്ത് സാർ പറഞ്ഞിരുന്നു ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നത്. ഒരു ചർച്ച തന്നെയാണ്. ഞാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല. അല്ല, ഞാനവിടെ ചെന്ന് അദ്ദേഹത്തെ കാണും. ഞാൻ സാധാരണ ആദ്യമായിട്ട് പോകുന്നതല്ല. അതൊരു പൊളിറ്റിക്കൽ മിഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളവിടെ നേരത്തെ പോകാറുണ്ട്, ഇപ്പോഴും പോയി. അങ്ങനെ തന്നെ സാഹചര്യം ചർച്ചയാവുന്ന സ്ഥിതിയാണ്. അവിടെ നമ്മളവിടെ പോയി അദ്ദേഹത്തെ കണ്ടു, അത് സംസാരിച്ച് പോന്നു. അതിനേക്കാൾ അപ്പുറത്ത് പറയാനുള്ളൊരു മാൻഡേറ്റ് എനിക്കില്ല. ഈ NSSൻ്റെ രാഷ്ട്രീയ നിലപാട് ചർച്ചയായിട്ടുണ്ടോ? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് പറയാനുള്ളൊരു മാൻഡേറ്റ് എനിക്കില്ല. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു, ഞാൻ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. അവരെടുത്ത നിലപാടുകൾ വളരെ കൃത്യതയോടുകൂടി ബഹുമാനത്തോടു കൂടി കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം അവർ ശബരിമല സംബന്ധിച്ച് ഒരു നിലപാടുണ്ട്, അതെല്ലാം ബഹുമാനത്തോടു കൂടി നമ്മൾ കാണണം. മാത്രമല്ല, ഒരു പൊസിഷൻ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി ആഭ്യന്തര കാര്യങ്ങളുടെ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് കൃത്യതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള പരിപക്വമായ ഒരു ലീഡർഷിപ്പ് നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. അതവർ ആ നിലയിൽ ചെയ്യുകയും ചെയ്യും. ചർച്ചയായില്ല എന്ന് തന്നെയാണ്. അങ്ങനല്ലല്ലോ, എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുമല്ലോ. എല്ലാ കാര്യങ്ങളും നമ്മൾ പോയി കണ്ടു, ഒരു ആശയവിനിമയം നടത്തി, അതെല്ലാം ആളുകൾക്ക് അറിയാവുന്നതുമാണ്. അദ്ദേഹത്തിൻ്റെ നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് പറയാനുള്ളൊരു മാൻഡേറ്റ് എനിക്കില്ല. ആശയവിനിമയം പോസിറ്റീവായിരുന്നു. ആശയവിനിമയം നടത്തി, കറക്റ്റായിട്ട് നടത്തി. പിന്നെ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള വശത്തെക്കുറിച്ചില്ലല്ലോ. കൺസിസ്റ്റൻ്റായിട്ടൊരു സ്റ്റാൻഡ് നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. ശബരിമലയെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഒരു സ്റ്റാൻഡുണ്ട്. അത് ഇന്നും ഇന്നലെയല്ല. ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ രൂപീകരണം ഉണ്ടായ കാലത്ത് മുതൽ അന്നത്തെ ആദ്യത്തെ പ്രസിഡന്റ് മകനായ മന്നത്ത് പത്മനാഭനായിരുന്നു. ശ്രീ ആർ ശങ്കർ ഇതിനകത്തെ അംഗമായിരുന്നു. അപ്പോൾ അത് തൊട്ട് അവർക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് കൃത്യമായി തുടർന്ന് പോകുന്നു, അത്രയേ ഉള്ളൂ. സാറേ, ഈ തെരഞ്ഞെടുപ്പ് വരുന്നു, 2 തെരഞ്ഞെടുപ്പുകൾ വരുന്നു. അതിനു മുമ്പ് ഈ അകൽച്ച പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? അകൽച്ച നിങ്ങൾ വ്യാഖ്യാനിച്ച് അകൽച്ച ഉണ്ടാക്കാതെ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അകൽച്ച ഇല്ലല്ലോ. വ്യാഖ്യാനിച്ചെന്തിനാണ് അകൽച്ച ഉണ്ടാക്കുന്നത്? അതിൻ്റെ ഒരു കാര്യമില്ലല്ലോ. നിലവിൽ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്ന സമയത്ത് സാർ പറഞ്ഞിരുന്നു ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നത്. ഒരു ചർച്ച തന്നെയാണ്. ഞാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല. കാരണം നായർ സർവീസ് സൊസൈറ്റിയായിട്ട് ഒരു മധ്യസ്ഥ ചർച്ചയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്കുള്ള അനുഭവങ്ങൾ പറയുന്നത്. അവർക്ക് അവരുടേതായ സ്വതന്ത്ര നിലപാടുണ്ട്. ആ നിലപാടിനകത്ത് വെള്ളം ചേർക്കാതെ അവർ മുന്നോട്ട് പോവുകയാണ്. നമ്മളതിനെ ബഹുമാനിക്കില്ലേ ചെയ്യേണ്ടത്? അതിനെ ബഹുമാനിക്കുന്നതിന് പകരം നമ്മളെന്തിനാ അതിന് ദുർവ്യാഖ്യാനം ഉണ്ടാക്കാൻ പോകുന്നത്? യാത്ര അത്തരം എന്തെങ്കിലും ചുമതലയുടെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞ കേട്ടല്ലോ. നമ്മൾ ആ വിശദാംശങ്ങളിലോട്ട് പോകണ്ട. നമ്മൾ കണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ കണ്ടിരുന്നു, അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായങ്ങൾ വളരെ പരിപക്വമാണ് എന്നുള്ള ഒരു നിലപാടാണ് എനിക്കുള്ളത്. അത്രമാത്രം.